1953 നിർമ്മിച്ച കേരളത്തിലെ 3 നഴ്സറികളിൽ ഒന്നായിട്ടാണ് ബാർട്ടകൽ നഴ്സറി സ്കൂൾ അറിയപ്പെട്ടിരുന്നത്. ഈ നഴ്സറി സ്കൂളിൽ 20ഓളം കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മെയിൻ്റെനൻസിനായിട്ട് കുറച്ച് ദിവസം നഴ്സറി അടച്ചിടുകയുണ്ടായി. തുടർന്ന് കുന്നൂഴി RC സ്ട്രീറ്റിൽ വാടകയ്ക്ക് നടത്തിക്കൊണ്ടിരുന്ന അങ്കണവാടിയെ കൗൺസിലർ മേരി പുഷ്പ നഴ്സറിയുടെ പേര് മാറ്റി അങ്കണവാടിയാക്കുകയുണ്ടായി. തുടർന്ന് കുട്ടികളുടെ പഠനം ഇവിടെ നിലച്ചു. ഇവിടുത്തെ രക്ഷിതാക്കൾക്ക് കുട്ടികൾക്ക് ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്നതിനുള്ള സാമ്പത്തികമില്ല. ഇവിടുത്തെ കുട്ടികൾക്ക് വായിക്കുന്നതിനോ അക്ഷരം കൂട്ടി എഴുതുന്നതിനോ അറിയില്ല. ഇതിന് കാരണക്കാരി മേരി പുഷ്പമാണ്. IP ബിനു വന്നതിനു ശേഷമാണ് പൊതുമന്ദിരത്തിൽ അങ്കണവാടി കൊണ്ടുവരികയും നഴ്സറി ഭാഗികമായി പൊളിക്കുകയും ചെയ്തു. നാട്ടുകാർ ഇടപെട്ട് നഴ്സറി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ അങ്കണവാടി പൊതുമന്ദിരത്തിൽ കൊണ്ടുവന്നത് പൊതുമന്ദിരവും പൊളിച്ചു മാറ്റുന്നതിന് വേണ്ടിയാണെന്ന് മനസ്സിലായി. IP ബിനുവും മേരി പുഷ്പവും ചേർന്ന് പട്ടികജാതിക്കാരുടെ ഉന്നമനത്തിനു വേണ്ടിയുള്ള ലൈബ്രറിയും മറ്റ് ചടങ്ങുകൾ നടത്തുന്നതിനും വേണ്ടി അങ്കണവാടി കൊണ്ടുവന്ന് പട്ടികജാതിക്കാരെ ബുദ്ധിമുട്ടിക്കുകയാണ് ചെയ്യുന്നത്. മുൻപിരുന്ന കൗൺസിലർ മനോഹരൻ സഹാവും പട്ടികജാതിക്കാരെ അധിക്ഷേപിക്കുന്നതിൽ പിന്നിലല്ല. പ്രൊഫസർ ചന്ദ്ര കുന്നൂഴി വാർഡിന്റെ ചുമതല ഏറ്റിരുന്നപ്പോൾ ടെക്നിക്കൽ മെമ്പറായിട്ട് എന്നെ തിരഞ്ഞെടുത്തതിന് വാർഡ് കമ്മിറ്റിയിൽ വെച്ച് പാസ്സാക്കി കൊടുക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞ മറുപടി, ഇത് നടക്കില്ല, ഇവരെ ഇന്ന് ഇവിടെ വളർത്താൻ പറ്റുകയില്ല, ഇവർക്കിതൊന്നും അറിയൂല, കഴിവില്ലാത്തവരാണെന്ന് പറഞ്ഞ് എൻ്റെ പേര് മാറ്റുകയും പട്ടം വാർഡിലെ ഒരാളെ ഇവിടുത്തെ ടെക്നിക്കൽ മെമ്പർ ആക്കുകയും ചെയ്തു. തുടർന്ന് എന്നെ കമ്മിറ്റി ഉണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വിളിപ്പിച്ച് കണ്ണമ്പാവണ്ണൻ്റെയും ലീലസഹാവിൻ്റെയും മുൻപിൽ നിർത്തി അധിക്ഷേപിച്ചു. ഈ പ്രവണത ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ് കുന്നുകുഴി വാർഡിൽ. ഇപ്പോൾ അങ്കണവാടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഹരിദേവി കണ്ണമ്മൂല വാർഡിലെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ഭാരവാഹിയുടെ ഭാര്യ എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ BJPയും പട്ടികജാതിക്കാർക്ക് എതിരായി നിൽക്കുന്നു. കോൺഗ്രസും IP ബിനുവും BJPയും ചേർന്ന് പട്ടികജാതിക്കാരുടെ ഉന്നമനത്തിനുള്ള പൊതുമന്ദിരവും ലൈബ്രറി നടത്തുന്നതിന് തടസ്സമായി നിൽക്കുകയാണ്. മേരി പുഷ്പം പറയുന്നു, ഞാനല്ല അങ്കണവാടി അവിടെ സ്ഥാപിച്ചത്. IP ബിനു പറയുന്നു, നിലവിലത്തെ കൗൺസിലർ വേണം അങ്കണവാടി മാറ്റാൻ. അങ്കണവാടിക്ക് വാടകയ്ക്ക് പോകുന്നതിന് ഫണ്ടുണ്ട്. ഇവരെ വാടകയ്ക്ക് പോകാതാക്കുന്നത് ഇവരാണ്. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും BJPയും പട്ടികജാതിക്കാർക്ക് തടസ്സമായി നിൽക്കുകയാണ്. ഈ അവസ്ഥ എത്രയും പെട്ടെന്ന് അഭിമുഖീകരിച്ച് അങ്കണവാടി ഇവിടുന്ന് മാറ്റി പഴയ സ്ഥലത്ത് കൊണ്ടുപോവുകയോ വാടക കെട്ടിടത്തിൽ മാറ്റി സ്ഥാപിക്കുകയോ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്തുകൊണ്ട് ഞാനിത് ശക്തമായി പറയുന്നുവെന്ന് വെച്ചാൽ, നമ്മുടെ SCകൾക്ക് ധാരാളം സ്കീമുകൾ തരാൻ തയ്യാറാണെന്ന്, അത് കിട്ടുക ചെയ്യുക തന്നെയെന്നും മേരി പുഷ്പത്തിനും IP ബിനുവിനും BJPക്കാർക്കും അറിയാം. ഇത് കിട്ടാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇവർ 3 കൂട്ടരും ചേർന്ന് അങ്കണവാടി അവിടെ തന്നെ സ്ഥാപിച്ചിരിക്കുന്നത്, മാറ്റാത്തതും.